അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജുമ്മമാരോടാണ് ലാസ്റ്റ് മിനിറ്റിലെ ടിപ്സുകളാണ്. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മളിടുന്ന ഡ്രസ്സുണ്ടല്ലോ, അത് ആ ബ്ലാക്ക് പർദ്ദ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചൂട് കൂടുതലാണ്, ഔറത്ത് മറയണം, ലൈറ്റ് കളറാവുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ലൂസായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ലൂസാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കോട്ടൻ്റെ പൈജാമ പോലുള്ള ഡ്രസ്സുകൾ ഇടാം. അടുത്തത്, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ വാക്കിംഗ് നടത്തം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പം നടക്കാൻ ഉപയോഗിക്കുന്ന അതേ ചെരുപ്പും അതേ ഷൂസും തന്നെ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകണം. പുതിയതൊന്നും വാങ്ങരുത്. കൈയൊക്കെ എപ്പോഴും വൃത്തിയോടെ കഴുകി സൂക്ഷിക്കുക. സാനിറ്റൈസർ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ N95 മാസ്ക് എന്തായാലും നിങ്ങൾ കുറച്ച് കരുതണം. മാസമുറ വരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ മാസമുറ നീട്ടി വെക്കാൻ വേണ്ടിയോ മാസമുറ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് പരിഹരിക്കാൻ വേണ്ടിയോ എന്തെന്നാലും നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റുകൾ, അതായത് ഹജ്ജിൻ്റെ ആവശ്യത്തിനായി നമ്മൾ സൂക്ഷിച്ചു വെച്ച എക്സ്ട്രാ ഡോക്യുമെൻ്റ് എപ്പോഴും നമ്മുടെ ഒരു ക്രോസ് ബാഗിൽ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റും എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും എല്ലാം തന്നെ കൃത്യമായി എഴുതി നിങ്ങൾ ഈ ബാഗിൽ സൂക്ഷിക്കേണ്ടതാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരേ സമയത്താണ്. എന്തായാലും തിരക്ക് കൂടും, നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരും, നമ്മൾ വേർത്ത് കുളിച്ചു പോയെന്നിരിക്കും, തലകറങ്ങിയെന്നിരിക്കും, ക്ഷീണം വന്നെന്നിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ സബർ, അതായത് നമ്മുടെ ക്ഷമ ഒരിക്കലും കളയരുത്. കയ്യിൽ വെള്ളം കരുതണം. വെള്ളം മാത്രമല്ല, ORSൻ്റെ പൗഡർ കിട്ടും, അത് കരുതണം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക്സ് കിട്ടും, റെഡിമെയ്ഡ് ഡ്രിങ്ക്സ് കിട്ടും, അത് കരുതണം. ഈത്തപ്പഴം, നട്ട്സ്, ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് എനർജി തരുന്നതാണ്. അതൊക്കെ നമ്മൾ എന്തായാലും കരുതണം. ക്ഷീണം, ദാഹം, തലകറക്കം ഇതൊക്കെ ആർക്കും സംഭവിക്കാം, ഏത് ആരോഗ്യമുള്ളവനും സംഭവിക്കാം. അതായത് ഇങ്ങനെ ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ, അതായത് അറഫയിലോട്ടോ മീനയിലോട്ടോ മുസ്തലിഫയിലോട്ടോ ഇങ്ങനെയുള്ള യാത്രയിലോട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ എന്ത് തന്നെയാണ് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളടുത്ത് രോഗികളോ വയസ്സായവരോ ഉണ്ടെങ്കിൽ അവരെയും കൂടെ, അവരുടെ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് കരുതിയിട്ടുണ്ടോ, വെള്ളമുണ്ടോ, ORSൻ്റെ പൊടി അവരുടെ അടുത്തില്ലെങ്കിൽ നമുക്ക് 1-2 അവർക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കാനും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആയിരിക്കാം. നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ആത്മീയമായും പൂർണ്ണമായും അള്ളാഹുവിങ്കലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരാൻ നിങ്ങളെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ലോക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്.